الحمد لله وحده والصلاة والسلام على من لا نبي بعده. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ തജ്വീദ് പഠനം ഇന്ന് തജ്വീദ് പഠനത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇന്നത്തെ വിഷയം അൽ ലഹനുൽ ജലി വൽ ഖഫി. മാ ഹുവൽ ലഹൻ? അൽ ലഹൻ ഹുവൽ ഖത്ത്. ലഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവൽ ഖത്ത്, അത് പിശക്ക്, മിസ്റ്റേക്ക്, തെറ്റ് എന്നെല്ലാം പറയും ലഹൻ. അൽ ലഹനുൽ ജലി അല അൻവാഇ മിൻഹ. ലഹനുൽ ജലിയുടെ ഏതാനും ഇനങ്ങൾ ഇവിടെ വിവരിക്കാം. ഒന്ന്, തബ്ദീലു ഹർഫ് ബി ഹർഫിൻ ആഖർ. ഒരു ഹർഫിനെ മറ്റൊരു ഹർഫായി മാറ്റുക. രണ്ട്, തബ്ദീലു ഹറക്ക ബി ഹറക്ക ഉഖ്റ. ഒരു ഹറക്കയെ മറ്റൊരു ഹറക്കയായി മാറ്റപ്പെടുക. മൂന്ന്, ഇസ്ഖാത്ത് ഹർഫ് ഔ സിയാദ. ഒരു ഹർഫ് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ അധികരിക്കുക. നാല്, തഗ്യീറുൽ ഹർക്ക ബിസ്സുക്കൂൻ ഔ അക്സുഹു. ഒരു ഹർക്കക്ക് മാറ്റം ഉണ്ടാകുക, വ്യത്യാസപ്പെടുത്തുക. ബിസ്സുക്കൂൻ, സുക്കൂന് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഹർഫുൽ കൊണ്ടോ അതിന് മാറ്റം വരുത്തുക. അഞ്ച്, ജഅലൽ മുശദ്ദദു മുഖഫഫൻ ഔ അക്സുഹു. ഷദ് ചെയ്യപ്പെട്ട അക്ഷരങ്ങളെ ലഘൂകരിക്കുക, അതിനെ ഷദ് ഇല്ലാതാക്കുക. ഔ അക്സുഹു, അല്ലെങ്കിൽ ഷദ് അധികരിപ്പിക്കുക. മാ ഹുക്മുൽ ലഹനുൽ ജലി വൽ ഖഫി. ലഹനുൽ ജലിയുടെയും ഖഫിയുടെയും വിധികൾ എന്താണ്? ഹുക്മുൽ ലഹനുൽ ജലി ഹറാമുൻ. ലഹനുൽ ജലിയുടെ വിധി ഹറാമുൻ യേസമുൽ ഖാരി ബിഫിലി. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആള് ശിക്ഷാർഹനാണ്, പാപിയാണ് അവൻ. ലഹനുൽ ജലി നിലക്ക് ഖുർആൻ പാരായണം ചെയ്യൽ ഹറാമാണ്. അവൻ പാരായണം ചെയ്യുന്ന ആൾ ശിക്ഷിക്കപ്പെടും. അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ തെറ്റുകാരനാണ്. ഹുക്മുൽ ലഹനുൽ ഖഫി മക്റൂഹുൻ മുഅയ്യബ്. ഹുക്മുൽ ലഹനുൽ ഖഫി എന്ന് പറഞ്ഞാൽ അത് ഒരു മക്റൂഹുൻ മുഅയ്യബ്, അത് ഒരു കറാഹത്താണ്. ഒരു അപൂർണമല്ലാത്ത, ഒരു പൂർണ്ണമല്ലാത്ത നിലക്കുള്ള ഒരു കറാഹത്തെ ആവും. അതൊരു ഹുക്മുൽ ലഹനുൽ ഖഫി. ലഹനുൽ ഖഫി മിസാൽ. ലഹനുൽ ഖഫിയുടെ ഉദാഹരണങ്ങൾ പറയാം. അൽ ഉന്ന, മണിക്കൽ. മണിക്കൽ കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുക, ലഹനുൽ ഖഫി. അത് ലഹനുൽ ഖഫിയിൽപ്പെട്ടതാണ്. വൽ ഇദ്ഗാം, ഇദ്ഗാം കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുക. വത്തഫ്ഖീം വത്തർക്കീഖ് വഗൈറു ദാലിക്. തഫ്ഖീം വത്തർക്കീഖ്, തഫ്ഖീം കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കൂടിപ്പോവുകയോ, അതുപോലെ തന്നെ തെർക്കീക്കും കുറഞ്ഞു പോവുകയോ കൂടിപ്പോവുകയോ ചെയ്യുക. അപ്പോൾ ഇത് ലഹനുൽ ഖഫി പ്രകാരം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്ന ആള് ശിക്ഷിക്കപ്പെടുകയില്ല. ഒരു കുറഞ്ഞൊരു പോരായ്മ മാത്രമേ ഉണ്ടാവൂ. ലഹനുൽ ജലി പ്രകാരം ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷാർഹനാണ്, ശിക്ഷിക്കപ്പെടും. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, റുബ്ബ ഖാരിൻ യഖ്റഉൽ ഖുർആൻ വൽ ഖുർആൻ യൽഅൻഹു. എത്ര ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്
എങ്കിലും വൽ ഖുർആൻ യൽഅനുഹു, ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് നാളെ മാശറിൽ വെച്ച് റെക്കമെൻഡ് പറയുന്ന, ഷഫായത്ത് പറയുന്ന, ശുപാർശ പറയുന്ന, സാക്ഷിയാകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി കഴിയുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും തജ്വീദ് നിയമങ്ങൾ പ്രകാരം പാരായണം ചെയ്യാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.